എന്ന് പറയുന്നത് മറ്റു മതങ്ങളെപ്പോലുള്ള മതമല്ല. അതിൻ്റെതായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്, അതിൻ്റെതായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയുണ്ട്, അതിൻ്റെതായ ഒരു രാഷ്ട്രസങ്കല്പമുണ്ട്. ആ രാഷ്ട്രസങ്കല്പം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമിക സ്റ്റേറ്റ്, ഇസ്ലാമിക രാഷ്ട്രം എന്ന സങ്കല്പമാണ്. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റു പല മുസ്ലിങ്ങളും കരുതുന്നത് പോലെ പ്രാർത്ഥിക്കുക, 5 നേരം നമസ്കരിക്കുക, റംസാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുക, പറ്റുമെങ്കിൽ ഹജ്ജിന് പോവുക, സക്കാത്ത് നൽകുക എന്നത് മാത്രമല്ല, മറിച്ച് ഒരു ഇസ്ലാം സമ്പൂർണ്ണമാകണമെങ്കിൽ മുസ്ലിങ്ങൾ ഇസ്ലാമിന്റെ ഭരണം സ്വന്തം രാജ്യത്ത്, പറ്റുമെങ്കിൽ ലോകത്തിൽ ഉടനീളം സ്ഥാപിക്കുവാനുള്ള പ്രവർത്തനം നടത്തണം, അതിന് വേണമെങ്കിൽ ജിഹാദ് നടത്താം എന്നൊക്കെയുള്ള ആശയങ്ങൾ ഈ പറയുന്ന മുസ്ലിം ബ്രദർഹുഡ് ഈജിപ്തിൽ പ്രചരിപ്പിച്ചു. അതിന്റെ താത്വികാചാര്യനായിരുന്നു സയ്യിദ് കുത്തുബ്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്. മലയാളത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ വഴിയടയാളങ്ങൾ എന്ന പേരിൽ ആ പുസ്തകം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചില ചാപ്റ്റേഴ്സ് ഒക്കെ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ മൈൽ സ്റ്റോൺസ് ആണ് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ബൈബിളായിട്ട് പരിഗണിക്കപ്പെടുന്നത്. അതേ സമയത്ത് തന്നെ ഏതാണ്ട് 1941 ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലും ഈ പറയുന്ന മുസ്ലിം ബ്രദർഹുഡ് മുന്നോട്ട് വെക്കുന്ന ആശയത്തോട് സാമ്യമുള്ള ഒരു പ്രസ്ഥാനം നിലവിൽ വന്നു. അതാണ് ജമാഅത്തെ ഇസ്ലാമി. ഇസ്ലാം എന്ന് പറയുന്നത് സമ്പൂർണ്ണമാകണമെങ്കിൽ അതിൻ്റെതായ ഭരണവ്യവസ്ഥ സ്ഥാപിക്കണം. അത് സ്ഥാപിക്കുക എന്നത് മുസ്ലിങ്ങളുടെ കടമയാണ്. അതിനുവേണ്ടി ജിഹാദ് നടത്താം എന്നൊക്കെയുള്ള ആശയങ്ങളാണ് ഈ പറയുന്ന സംഘടനയും പ്രചരിപ്പിച്ചു പോകുന്നത്. മാത്രവുമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം എന്ന പേരിൽ അതിന്റെ സ്ഥാപകനായ മൗലാന മൗദൂദി എഴുതിയ പുസ്തകത്തിൽ പറയുന്നത് ജനാധിപത്യം, മതേതരത്വം, ദേശീയത എന്നീ ആശയങ്ങൾ നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ് എന്നാണ്. എന്നുവെച്ചാൽ മതനിരപേക്ഷത പാടില്ല, മതവും രാഷ്ട്രീയവും രണ്ടാണ് എന്ന കാഴ്ചപ്പാട് പാടില്ല, ജനാധിപത്യം പാടില്ല. കാരണം ജനാധിപത്യത്തിൽ പരമാധികാരം ജനങ്ങൾക്കാണ് നൽകുന്നത്. പരമാധികാരം ജനങ്ങൾക്ക് നൽകാൻ പാടില്ല, പരമാധികാരം അള്ളാഹുവിന് എന്ന് വെച്ചാൽ ദൈവത്തിന് നൽകണം. ഈ ഭൂമിയിലുള്ള പരമാധികാരം ദൈവത്തിനാണ്, മനുഷ്യനല്ല. അതുകൊണ്ട് ജനാധിപത്യം എന്ന ആശയം പാടില്ല, ദേശീയത പാടില്ല, ദേശീയ വികാരം പാടില്ല. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇസ്ലാം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ദേശത്തിന്റെ പ്രത്യേക അതിർത്തിക്കുള്ളിൽ ഒതുങ്ങേണ്ട സാധനമല്ല. എവിടെയൊക്കെ മുസ്ലിങ്ങളുണ്ടോ, അവർ ചൈനയിലായാലും ശരി, ഇന്ത്യയിലായാലും ശരി, റഷ്യയിലായാലും അമേരിക്കയിലായാലും ഇനി യൂറോപ്പിലായാലും ആഫ്രിക്കയിലായാലും അവരൊക്കെ ഒറ്റ സമുദായമാണ്. അതുകൊണ്ട് ദേശീയത എന്ന സങ്കല്പം ഇസ്ലാമിന് അന്യമാണ്. ഈ ആശയങ്ങളാലൊക്കെ പ്രചോദിതരായിട്ട് വന്നവർ തന്നെയാണ് പിൽക്കാലത്ത് ഈ പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഈ ഒരു പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ആ പ്രതിഭാസത്തിന് രൂപം നൽകിയത്.